ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ആകയാൽ നാം മറ്റുള്ളവരെ പോലെ ഉറങ്ങരുത്, പിന്നെയോ ജാഗ്രതയും സുബോധവും ഉള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, ഉറക്കം മനുഷ്യ സഹജമാണ്. എല്ലാ മനുഷ്യരും ഉറങ്ങാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്തിന്റെ ദൈർഘ്യം അവന്റെ ജീവിത രീതിയെ വിളിച്ചറിയിക്കുന്നു. മനുഷ്യർ ഉറങ്ങേണ്ടത് രാത്രിയിലാണ്. രാത്രിയിൽ ഉറങ്ങാതെ പകൽ ഉറങ്ങുന്നവരെയും രാത്രിയിലും പകലും ഉറങ്ങുന്നവരെയും അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ട്. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന അനേകർ ഉറങ്ങുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുവാൻ കൂട്ടാക്കാതെ ഉണർന്നിരിക്കുന്ന അവർ രാപ്പടങ്ങൾക്കും കായിക വിനോദങ്ങൾക്കുമായി സമയം ചെലവഴിക്കുന്നു. ഒരു ദൈവപൈതലന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. എന്തെന്നാൽ രാവിന്റെ നിശബ്ദതയിൽ ലോകം എല്ലാം മറന്നുറങ്ങുമ്പോൾ ആ രാവിന്റെ ശാന്തതയും നിശബ്ദതയും ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ സർവശക്തനായ ദൈവത്തോട് സംസർഗം ചെയ്യുവാൻ ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് നാം മറ്റുള്ളവരെ പോലെ ഉറങ്ങരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്. നാം ഉറങ്ങാതെ ഉണർന്നിരുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കപ്പെടുകയില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് ഗത്സമനയിൽ വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. മത്തായി 26:41. ദൈവത്തെ പിൻപറ്റുന്നവരെ തകർക്കുവാനും അവരെ പിന്മാറ്റത്തിലേക്ക് വീഴ്ത്തുവാനും പിശാച് സദാ തന്ത്രപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ തന്ത്രങ്ങളിൽ വീഴാതെ അവന്റെ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ നാം മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പത്രോസ്ലീഹയും ഉദ്ബോധിപ്പിക്കുന്നു. 1 പത്രോസ് 5:8. സഹോദരാ സഹോദരി, ദൈവത്തെ രുചിച്ചറിയുവാൻ കഴിഞ്ഞ നിനക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? പിശാച് സൃഷ്ടിക്കുന്ന പരീക്ഷകളെക്കുറിച്ച് പരാതി പറയുന്ന നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിന്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് നീ മനസ്സിലാക്കുമോ? ശത്രുവിന്നുകം തകർത്തിടും യേശു നായകൻ, തഞ്ജനത്തെ വീണ്ടെടുക്കും രാജാധിരാജനവൻ. തഞ്ജനത്തെ വീണ്ടെടുക്കും രാജാധിരാജനവൻ. വീരനാം ദൈവം, അത്ഭുതമന്ത്രി, സമാധാനത്തിൻ പ്രഭു യേശു. വീരനാം ദൈവം, അത്ഭുതമന്ത്രി, സമാധാനത്തിൻ പ്രഭു യേശു. വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, 10,000-ങ്ങളിൽ സുന്ദരൻ രാജാധിരാജനവൻ. 10,000-ങ്ങളിൽ സുന്ദരൻ രാജാധിരാജനവൻ.